ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഓയിൽ ഫ്രീ ആയിട്ടുള്ള നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ നാരങ്ങയാണ്. കിലോ നാരങ്ങയോടൊപ്പം തന്നെ കാന്താരി മുളകും കറിവേപ്പിലയും ഉപ്പും ഇട്ട് വേവിക്കാൻ ആവശ്യമായ വെള്ളവും ഒഴിച്ച് അടുപ്പിൽ വയ്ക്കാം. ഇതിനൊപ്പം ഒരു കഷ്ണം കായത്തിൻ്റെ കട്ട കൂടി ചേർക്കണം. നല്ലതുപോലെ തിളച്ച് വെള്ളം ഒരുവിധം വറ്റുമ്പോൾ മുളകും ലേശം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉലുവാപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ ഇളക്കി കുറുക്കി എടുക്കണം. പൊടികൾ ചേർത്തതിന് ശേഷം പ്രത്യേകം ശ്രദ്ധിക്കണം, കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ഇത് ചട്ടിയുടെ അടിയിൽ പിടിക്കും. ഈ അച്ചാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പുതിയ മൺചട്ടിയിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കണം. കാര്യം എങ്കിലേ നാരങ്ങയുടെ കയ്പ്പ് രസം ചട്ടി പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പുതിയ ചട്ടിയിൽ തന്നെ ഉണ്ടാക്കണമെന്ന് പറയുന്നത്. ഞാൻ പക്ഷേ 2-3 പ്രാവശ്യം ഒരു ചട്ടിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഈ അച്ചാറിലോട്ട് നമ്മൾ വിനാഗിരി ഒഴിക്കുന്നില്ല. ഇത് വിനാഗിരി ഒഴിക്കാതെയും ഓയിൽ ഒഴിക്കാതെയും ഒരുപാട് നാൾ ചില്ല് കുപ്പിയിൽ ഫ്രിഡ്ജിൽ ഇരിക്കുന്നതാണ്, കേടുകൂടത്തില്ല. ഞാൻ സെയിൽ ചെയ്യുന്ന 250 ഗ്രാം നാരങ്ങ അച്ചാർ ഈ ചെറിയ ബോട്ടിലാക്കിയാണ് കൊടുക്കുന്നത്. 1/2 കിലോ നാരങ്ങ വെച്ച് 250 ഗ്രാമിൻ്റെ 4 ബോട്ടിൽ നമുക്ക് നിറയ്ക്കാൻ പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിനകത്ത് വിനാഗിരി എണ്ണയും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇത് ഒരുപാട് നാൾ വെളിയിൽ കേടുകൂടാതിരിക്കത്തില്ല, ഫ്രിഡ്ജിൽ മാത്രമേ സൂക്ഷിക്കാവൂ.